Hi all. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന 5-ാം തീയതി കൃത്യം 10 മണിക്ക് നമ്മളെ ഗവൺമെന്റ് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഏത് സമയമാണ്? കൃത്യം 10 മണിക്ക് എന്നാണ് നിലവിൽ വന്ന നോട്ടിഫിക്കേഷൻ. ഇനി നമ്മൾ എന്താണ് ഫസ്റ്റ് അലോട്ട്മെന്റ്? ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെയും ഒരു മിസ്റ്റേക്ക് വരാൻ വേണ്ടി പാടില്ല. ആദ്യം തന്നെ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. 9778403667 നമ്മുടെ ഫ്രീ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചാൽ കൃത്യമായി ഇവർ നമ്മുടെ എക്സ്പെർട്ട് ഉണ്ട്, വിത്തിൻ ഇൻക്ലൂഡിംഗ് മൈ ടീം, കൃത്യമായി എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. റെഡി? ഇനി എന്താണ് ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലേ? നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് കണ്ടു, ട്രയൽ അലോട്ട്മെന്റ് നമ്മൾ നോക്കി. ട്രയൽ അലോട്ട്മെന്റ് ഒരുപാട് സംശയം നമുക്ക് ഉണ്ടായിരുന്നു, മൂപ്പരെ സമയം അങ്ങ് കഴിഞ്ഞു അല്ലേ? ഇനിയാണ് ശരിക്കും യഥാർത്ഥ അലോട്ട്മെന്റിൽ നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് എന്ത് ഈ പറയപ്പെടുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് റിയൽ ആണ്. ട്രയൽ അലോട്ട്മെന്റ് പോലെ എന്തല്ല, ഒരു ഫേക്ക് അലോട്ട്മെന്റ് കാര്യങ്ങളൊന്നല്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് നമ്മൾ സ്ഥിരം നോക്കുന്ന പോലെ HSK വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ 3 ലിങ്ക് കാണാം അല്ലെ? അതിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ട്രയൽ അലോട്ട്മെന്റ് പകരം എന്തായിരിക്കും, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നായിരിക്കും. അവിടെ അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ പോലെ അലോട്ട്മെന്റ് വിൻഡോയിൽ പോകും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹായ് കൺഗ്രാജുലേഷൻ യു ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കും. നിങ്ങൾക്ക് ഏത് സ്കൂളാണ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് കാണിക്കും. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ കിട്ടിയെന്ന് കൃത്യമായി എന്ത് ചെയ്യും, അവിടെ കാണിക്കും. നിർബന്ധമായും അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്തിരിക്കണം. റെഡി? അപ്പോൾ ഇനി നമ്മൾ യഥാർത്ഥമായി എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ശ്രദ്ധിക്കേണ്ട, അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷൻ തന്നെ എന്ത് ചെയ്യും, ബാധിക്കും. നമ്പർ 1, ആദ്യത്തെ കാര്യം ഫസ്റ്റ് ഓപ്ഷൻ. അതായത് നിങ്ങളെ സ്കൂൾ പട്ടികയിൽ ഒരുപാട് സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാവില്ല, ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഇവിടെ 1ാമത്തെ ഓപ്ഷൻ, 2ാമത്തെ ഓപ്ഷൻ, 3ാമത്തെ ഓപ്ഷൻ അല്ലെ? നിങ്ങൾ കൊടുത്ത ആദ്യത്തെ ഓപ്ഷൻ GHSS ഏതൊരു സ്കൂളിലെ പേരാ? നമ്പർ 1 ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണം, നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. കാരണം നിങ്ങൾക്ക് വേറെ ഒരു പ്രോസസ്സും ഇനി അതിൽ ചെയ്യാനില്ല. ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാനോ ഒരു പരിപാടിയില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പിന്നെ ആ സ്കൂൾ അഡ്മിഷൻ എടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. റെഡി? അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായും ആ സ്കൂളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എത്തിയിട്ട് കൃത്യമായി അഡ്മിഷൻ എടുത്തിരിക്കണം. റെഡി? ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല കിട്ടിയത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് ഒരു 3ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്കൂളിൽ പോയി നിങ്ങൾക്ക് താൽക്കാലികമായി അഡ്മിഷൻ എടുക്കാം. ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി വേണമെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെ കിട്ടിയത് എങ്കിൽ എന്ത് ചെയ്യാം, ആ സ്കൂൾ അഡ്മിഷൻ എടുത്താൽ അവിടുന്ന് ടീച്ചർ ചോദിക്കും മുകളിലെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യട്ടെ. അത് ഓക്കെ നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ നിങ്ങൾ ആ സ്കൂൾ അഡ്മിഷൻ എടുക്കട്ടോ. ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെ എനിക്ക് വേണം, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയതാണ് 3ാമത്തെ സ്കൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, ടെമ്പററി ആയിട്ട് ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാം. എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 3, 4, 5 താഴോട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ എവിടെയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ കിട്ടിയത് അതിന് മുകളിലേക്കുള്ളത് കിട്ടാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് ഒരു 5ാം ഓപ്ഷനിൽ കൊടുത്ത സ്കൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്താണ്, 4, 3, 2, 1 ഈ പറയപ്പെടുന്ന 4 സ്കൂളിൽ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. താഴോട്ട് നിങ്ങൾ അലോട്ട്മെന്റ് എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. റെഡി? ഇനി 2ാമത്തെ കാര്യം അഡ്മിഷൻ ടൈമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷൻ ടൈമുമായി ബന്ധപ്പെട്ട കാര്യം. കാരണം കൃത്യമായി നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ അലോട്ട്മെന്റിൽ പറയുന്നുണ്ടായിരിക്കും ഇന്ന ഡേറ്റ് ഇന്ന സമയം, ലാസ്റ്റ് ഡേറ്റ് ആണ് അതിൽ കൊടുക്കുക, ഇന്ന ഡേറ്റ് ഇന്ന സമയത്തിനുള്ളിൽ നിർബന്ധമായി നിങ്ങൾ സ്കൂളിൽ എത്തിയിരിക്കണം എന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറയുന്നുണ്ടാവും. ആ സമയം കൃത്യമായി നിങ്ങൾ നോക്കണം. ആ സമയത്താണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. വെറുതെ നേരം വൈകിട്ട് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നേരം വൈകി പോകരുത്. കൃത്യമായി ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ അവിടെ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. 2ാമത്തെ ഫീസാണ്. ഫീസ് കൃത്യമായി പറയുന്ന ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. അത് സ്കൂളിൽ പോയാൽ പറഞ്ഞുതരും. അധികം പൈസ ഒന്നും ആരും വാങ്ങൂല. എന്താ PTA ഫണ്ടൊക്കെ ചെറിയ ഒരു 400-500 രൂപ എക്സ്ട്രാ ഒരു PTA ഫണ്ടിലൊക്കെ വാങ്ങാനല്ലാതെ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും ഫീസ് ആയിട്ട് ഉണ്ടായിരിക്കും. റെഡി? ഇനി ഫീസ് എപ്പോഴാണ് അടിക്കേണ്ടത്, നിങ്ങൾ ഒരു സ്കൂളിൽ നിങ്ങൾ അവിടെ എന്താണ് അഡ്മിഷൻ എടുക്കാൻ, ടെമ്പററി അല്ല, നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രം ടെമ്പററി അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ മതി, നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, അവിടെ ഫീസ് അടച്ച് അവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക തന്നെ വേണം. നേരെ മറിച്ച് 2ാമത്തെ ഓപ്ഷനോ 3ാമത്തെ ഓപ്ഷനോ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരത് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തു തരും. ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളിലെത്തി മേലോട്ട് നോക്കി കളിക്കരുത്. പലപ്പോഴും ഞാനൊരു സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അഡ്മിഷൻ പ്രോസസ്സിന് വരും, അവിടെ നിന്ന് പ്രാന്ത് പിടിക്കും. അതായത് അയ്യോ അത് എടുത്തില്ലല്ലോ സാറേ, വീട്ടിലാ സാറേ, എന്തെങ്കിലും ഞങ്ങൾ അങ്ങ് ദൂരത്തും വരിക സാറേ, അങ്ങനത്തെ പരിപാടി എന്ത് ചെയ്യരുത്, ഉണ്ടാകാതെ ടീച്ചർ
ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്, കാരണം ടീച്ചേഴ്സിന് അത്തരം ഈ വെരിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട സാധനം. അതുകൊണ്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് എന്തായാലും നിങ്ങൾ കരുതണം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SSLC ബുക്ക് അല്ലെ, നിങ്ങളുടെ സ്കൂളിൽ നിന്നും SSLC ബുക്ക് നിങ്ങളുടെ കയ്യിൽ, SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ കരുതുക. രണ്ടാമത്തെ കാര്യം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്സിൽ നിങ്ങൾ ബോണസ് പോയിന്റിന് ടിക്ക് ചെയ്ത ചിലപ്പോൾ JRC ആയിരിക്കാം, സ്കൗട്ട് ആയിരിക്കാം, NCC ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ് മത്സരത്തിലൊക്കെ പോയ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിന്റെ സമയത്ത് ടിക്ക് ചെയ്ത്, ചിലപ്പോൾ നിങ്ങൾ മരിച്ച ജവാന്റെ മക്കളായിരിക്കും, അല്ലെങ്കിൽ ഉറക്കേണ്ട ജവാന്റെ മക്കളായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ പറയുന്ന ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്സ്. അത് കരുതുക. അതുപോലെ ട്രൈ ബ്രേക്കിന് വേണ്ടി നിങ്ങൾ കൊടുത്ത ചില പോയിന്റ്സുകൾ ഉണ്ടായിരിക്കും, അതിന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക. ഇതിന്റെയൊക്കെ എങ്ങനത്തെ കരുതണം, ഒറിജിനൽ, നോട്ട് ഫോട്ടോസ്റ്റാറ്റ്, ഫോട്ടോ കോപ്പി പോരാ, ഇതിന്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കരുതുക. അതിന്റെ കൂടെ തന്നെ ഇതിന്റെയൊക്കെ ഒരു ഫോട്ടോസ്റ്റാറ്റും കൂടെ കരുതുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ സ്കൂൾ അത് എന്ത് ചെയ്യേണ്ടി, സ്കൂൾ ഒറിജിനൽ തന്നെ വെക്കേണ്ടി വരും കേട്ടോ. എങ്കിലും ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് വെക്കുക. ഈ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു പെന്നും കയ്യിൽ കരുതുക. ഓക്കെ, പലപ്പോഴും നമ്മൾ ചെയ്യാത്ത ഒരു പെൻ, അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. ഓക്കെ, അതൊക്കെ നമുക്കൊരു മുൻകരുതൽ പോലെ നമുക്ക് വേണ്ട കാര്യങ്ങളായിട്ട് പരിഗണിക്കപ്പെടുക. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് അലോട്ട്മെന്റുമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് അലോട്ട്മെന്റ് അത് ട്രയൽ അലോട്ട്മെന്റ് അല്ല, ഒറിജിനൽ അലോട്ട്മെന്റ് പ്രോസസ്സാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോവാണ്. ഈ വരുന്ന 5-ാം തീയതിയാണ്, കൃത്യം 10 മണിക്കാണ് എന്ത് ചെയ്യുക, ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം 10 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. അപ്പോൾ വേഗം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ്, അല്ലെങ്കിൽ ഏത് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം താഴെ കമന്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ 5-ാം തീയതി നമുക്ക് വരുമോ ഇല്ലയോ നോക്കാം അല്ലേ, ഒരു രസമായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഏത് സ്കൂളാണ് നിങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആ സ്കൂളിൽ എനിക്ക് ഇന്ന സബ്ജക്ട് കിട്ടാൻ സാധ്യതയുണ്ട് സാർ എന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. നോക്കാം നമുക്ക് എത്രത്തോളം ആളുകൾക്ക് കിട്ടുമെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സാറെ കിട്ടിയില്ല എന്ന് ആരും വിഷമിക്കുന്നത് വേണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ റാങ്കിന്റെ കാര്യത്തിലൊക്കെ വലിയൊരു മാറ്റം വരും. സെക്കൻഡ് അലോട്ട്മെന്റ് നമുക്ക് പ്രതീക്ഷയാണ്. അതിന്റെ ഒരു കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം, എങ്ങനെ അതിന്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കുകയാണ്. അതൊരു താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ മറന്നു വരണ്ട, ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. 9778403674 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സംഭവം സെറ്റ് ആണ്, ക്ലിയർ ചെയ്തു. ഓക്കെ, സോ താങ്ക് യു, ബൈ.